45 മിനിറ്റ് മുമ്പ് നിലമ്പൂരിൽ പി.വി. അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ കാര്യം 45 മിനിറ്റിന് ശേഷം കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ നൽകുകയാണ്. സ്ഥാനാർത്ഥി തീരുമാനം ഉടനില്ല എന്ന് പി.വി. അൻവർ. നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. സ്ഥാനാർത്ഥി തീരുമാനം ഉടനില്ല എന്നാണ് പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. സാമൂഹിക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും തന്നോട് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഒന്നും പ്രഖ്യാപിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണോ വാർത്താ സമ്മേളനം വിളിച്ചത് അക്കാര്യം ഇപ്പോൾ പറയുന്നില്ല എന്ന് പി.വി. അൻവർ വ്യക്തമാക്കി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പി.വി. അൻവർ ഒരടി കൂടി പിൻവാങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നാണ് പി.വി. അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. UDF നേതാക്കൾ, മറ്റ് സാമുദായിക നേതാക്കൾ ഇവരെല്ലാവരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഒരു പ്രഖ്യാപനം നടത്താതിരിക്കുന്നത് എന്നാണ് പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. രാവിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്താൻ അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നില്ല എന്നാണ് പി.വി. അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ UDF നേതാക്കളും ചില സാമുദായിക നേതാക്കളും ഒരു പകൽ കൂടി കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം അടക്കമുള്ള നേതാക്കളടക്കം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇവരൊക്കെ പറയുമ്പോൾ ആ വാക്ക് മുഖവിലേക്ക് എടുക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പി.വി. അൻവർ അറിയിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിക്ക് തൃണമൂൽ കോൺഗ്രസ് യോഗമുണ്ടെന്നും അതിൽ ഇക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നും പി.വി. അൻവർ അറിയിക്കുകയുണ്ടായി. UDFൽ ഘടകകക്ഷിയാക്കാതെ ഇനി ചർച്ചയില്ലെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇന്ന് UDF യോഗം കൂടി ചേരുന്ന സാഹചര്യത്തിലാണ് പി.വി. അൻവർ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്നുള്ള നിലപാട് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. പക്ഷേ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ല എന്ന് താൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് അൻവർ മാധ്യമങ്ങളെ കാണുകയുണ്ടായത്. എന്നാൽ ഷൗക്കത്തിന് വിജയസാധ്യതയില്ല എന്നും ഷൗക്കത്തിനെ MLA ആക്കാനല്ല താൻ രാജിവെച്ചത് എന്നും ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ UDFൽ ആര് ഉത്തരവാദിത്വം ഏൽക്കുമെന്നും അൻവർ ചോദിക്കുകയുണ്ടായിരുന്നു. പൊതുസമൂഹത്തെ കൂടി വ്യക്തമാക്കിക്കൊണ്ട് മുന്നണിയിലേക്ക് അഡ്മിഷൻ നേടുക, പ്രവേശനം പ്രഖ്യാപിക്കുക എന്നതാണ് അൻവർ കോൺഗ്രസിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിന് UDF പ്രവേശനം അനുവദിച്ചില്ല എങ്കിൽ നിലമ്പൂരിൽ മത്സരരംഗത്ത് ഇറങ്ങും എന്ന് വ്യാഴാഴ്ച അൻവർ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. UDFലെ ചില നേതാക്കളിൽ വിശ്വാസം ഇല്ലാതായി എന്ന് അൻവർ പറഞ്ഞിരുന്നു. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥിയെയും ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് പാർട്ടി ചിഹ്നത്തിൽ തന്നെ പുതുമുഖത്തെ അവതരിപ്പിക്കാനാണ് സാധ്യതയുള്ളത്. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷെറോണ റോയ്, DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ എന്നിവരാണ് പ്രധാനപ്പെട്ട പരിഗണനയിൽ ഉള്ള കാര്യം. അതിൽ ഷൊറോണയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് LDFലെ സ്ഥാനാർത്ഥി സാധ്യതകളെക്കുറിച്ചാണ്. ഷൊറോണയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വനിതാ പ്രാതിനിധ്യം, പുതുമുഖം എന്നിങ്ങനെയുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ CPIMന് സാധിക്കും. 5 വർഷത്തോളമായി സജീവ രാഷ്ട്രീയത്തിലുള്ള വ്യക്തിത്വമാണ് ഷൊറോണ റോയ്. ഒപ്പം തന്നെ ചൂരൽമല ദുരന്തവേളയിലെയും മറ്റും ഇടപെടലിലൂടെ ഏറെ ശ്രദ്ധേയയായ വ്യക്തിയാണ് ഷബീർ. നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്മൽ സലീമിന്റെ പേരും ഒക്കെ പരിഗണനയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും സൂചിപ്പിക്കുകയുണ്ടായി. LDFലെ ഈ ഒരു സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പി.വി. അൻവറിനെ അല്ല കാണിക്കേണ്ടിയിരുന്നത് എന്ന് പ്രേക്ഷകർക്ക് തോന്നും. സ്വാഭാവികമായിട്ടും മറ്റു ചില ദൃശ്യങ്ങൾ കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ട്. എന്തായാലും ഇന്ന് 45 മിനിറ്റ് മുമ്പ് നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയുണ്ടായി പി.വി. അൻവർ. ആ കാര്യമാണ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ കടുവയെ പിടികൂടാൻ വച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റ് വില്ലേജിലെ CT എസ്റ്റേറ്റിൽ